ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു പെപ്പർ മഷ്റൂം മസാലയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് ബട്ടൺ മഷ്റൂമാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്ത് നമ്മൾ ചെറിയ പീസസായി മുറിച്ചെടുത്താൽ മാത്രം മതിയാകും. നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. കുറച്ച് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ മസാല ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഇടത്തരം സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വാടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനാവശ്യമായ മസാലാസ് ചേർത്ത് കൊടുക്കണം. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ ഉള്ളിയുമായി വഴറ്റി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സവാളയുമായി തക്കാളി നന്നായി വെന്ത് ചേരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുറിച്ച് മാറ്റി വച്ചേക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ മഷ്റൂമിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി വറുത്ത് പൊടിച്ച് മാറ്റി വച്ചേക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരുന്നതാണ്. അതിനായി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. നമുക്കിതിനി തുറന്ന് നോക്കാം. മഷ്റൂമിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീൻ. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സൂപ്പർ മണം വരുന്നുണ്ട്. ഈ ക്യാപ്സിക്കമൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ മഷ്റൂം മസാല റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.